നമ്മുടെ പുതിയ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. ഇന്ന് പതിവ് പോലെ നമ്മൾ പോത്തിനെ അഴിച്ചു വിട്ട് തീറ്റിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും അഴിച്ചു വിട്ടേക്കാണ്. അവർ നടന്ന് തിന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് തന്നെയുള്ള പാടത്തിൻ്റെ അടുത്ത് ഉള്ള പോത്തിനെ വളർത്തുന്ന ഒന്ന് രണ്ട് പേരുടെ പോത്തിൻ്റെ ചെവിയിൽ നിന്ന് പുഴു വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം പറഞ്ഞു. എന്നിട്ട് അവർ നമ്മുടെ അടുത്ത് വന്നിരുന്നു. എന്താണ് പുഴു വരുന്നത്, നിങ്ങളുടെ പോത്തിൻ്റെ ചെവിയിൽ നിന്ന് പുഴു വരുന്നുണ്ടോ, എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇതിൻ്റെ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഉള്ള കാരണം നമ്മൾ അവരോട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഡോക്ടറെ കണ്ട് പറഞ്ഞോളാൻ പറഞ്ഞ് വിട്ടിട്ടുണ്ട്. അതിൻ്റെ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് തോന്നിയിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോത്തുംകുട്ടികളെ നമ്മൾ ചെളിവെള്ളത്തിലോ ഒക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കയറ്റി കെട്ടുമ്പോഴൊക്കെ ഇതിൻ്റെ ചെവിയിൽ ചെളിയിരിക്കൽ, അതുപോലെയൊക്കെ പിന്നെ നമ്മുടെ മനുഷ്യന്മാരുടെ ചെവിയിലെ പോലെ തന്നെ വാക്സ് എന്നുള്ളൊരു സംഭവം ഇവരുടെ ചെവിയിലുണ്ട്. ഇപ്പം ഇതൊക്കെ ചെവിയിലിരിക്കുന്നതുകൊണ്ട് ഈ ഈച്ചകൾ വന്നിട്ട് മുട്ടയിടാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. നമുക്ക് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ സീസണിൽ ഇതേപോലെ ഉണ്ടായിരുന്നൊരു പോത്തുംകുട്ടിക്ക് ഇതേപോലെ വന്നിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ചവരോട് നമ്മൾ ഈ കാരണം പറഞ്ഞ് വിട്ടത്. ഈ ഈച്ചകൾ വന്ന് നമ്മൾ കഴുകാതെ ഇവരെ കയറ്റി കെട്ടലും പിന്നെ കുറേ നാളായിട്ട് ചെവിയിൽ ഈ അഴുക്കടിഞ്ഞിരിക്കുമ്പോഴൊക്കെ ഈച്ച വന്ന് മുട്ടയിടാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഈച്ച വന്ന് മുട്ടയിടൽ, പിന്നെ നമ്മുടെ അടുത്ത് മുമ്പ് വളർത്തിയിട്ടുള്ള നല്ലോണം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പറയും പോത്തിൻ്റെ ചെളി തിന്നാന്നുകൊണ്ടൊരു സംഭവം പറയും. അങ്ങനെ വരുമ്പോഴാണ് ഇത് കൂടുതലായിട്ടും ഒരു കുരുപ്പ് പോലുള്ളൊരു സംഭവം ചെവിയുടെ പുറമെ ഭാഗത്ത് വരും. ഉള്ളിൽ ഈച്ച നന്നായി മുട്ടയിട്ടിട്ട് ഒരു പഴുപ്പ് വരുന്ന ഒരു ഇത് വരും. അപ്പോൾ ഇതൊക്കെ ആകുമ്പോഴാണ് ഈ ചെവിയിൽ പുഴു വരുന്നതും ചെറിയൊരു കായ പോലെ വന്ന് പഴുപ്പ് വരുന്നതും ഒക്കെ ഉണ്ടാവും. കൂടുതലായിട്ടും ഈ സംഭവം നമ്മൾ കാണുന്നത് ഈ സമയങ്ങളിലാണ്. വേനൽ നല്ലോണം ആയി വരുന്ന സമയത്താണ് ഇത് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചെളിയിലോ അല്ലെങ്കിൽ ചെളി വെള്ളത്തിലോ അല്ലെങ്കിൽ കുളത്തിലൊക്കെ ഇറക്കിയിടുന്നവരാണെന്ന് വെച്ച് കഴിഞ്ഞാലും ഇവരെ രാത്രി സമയങ്ങളിൽ കയറ്റി കെട്ടുന്ന നേരത്ത് ഇവരുടെ ചെവി ഒന്ന് ക്ലീൻ ചെയ്യാം. പിന്നെ പറ്റുമെങ്കിൽ കൊമ്പിൻ്റെ ഇടയും ചെവിയുടെ പുറമേ വശം നന്നായി ഒന്ന് ക്ലീൻ ചെയ്യാം. ദേഹത്തൊക്കെ നന്നായി തേച്ച് കുളിപ്പിച്ചില്ലെങ്കിലും ഇത് പറ്റുമെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 2 തവണയെങ്കിലും ചെയ്യാം. അത്രയും പറ്റാത്തവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ 1 തവണയെങ്കിലും നിർബന്ധമായും ചെയ്തിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പുഴുവിൻ്റെ ശല്യം അല്ലെങ്കിൽ ഈച്ചേര ശല്യം നന്നായി വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ കഴുകാൻ പറ്റുമെങ്കിൽ നന്നായി ഒന്ന് കഴുകാൻ. വിവേക് ബ്രോയ്ക്ക് എന്താ പറയണ്ടത്? അത് നമ്മൾ നന്നായി കഴിച്ചാൽ ഡെയിലി തേച്ച് കഴുകുകയാണെങ്കിൽ നല്ലത്. ആഴ്ചയിൽ 2 വട്ടമെങ്കിലും കഴുകുക. പിന്നെ ഇതിൻ്റെ ചെവി ഇത് ചെവിട്ടിൽ ഈച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ ഈച്ചകൾ തിന്നാൻ ഭയങ്കരമായിട്ട് മടി കാണിക്കുക. അത് ഈ ഫുൾ ടൈം ഇങ്ങനെ ചെവി ആട്ടി നിൽക്കുള്ളൂ, അല്ലാണ്ട് തിന്നില്ല. അപ്പോൾ നമ്മൾ കയറ്റി കിടന്ന സമയത്ത് ചെളിയിലെ ചേറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചെവി നന്നായിട്ട് പുറമോശം, അല്ലെങ്കിൽ ഈ എന്താ പറയുക, കുരുപ്പ് എന്ന് പറയില്ലേ, അങ്ങനെ കുരുപ്പ് പോലത്തെ ഒരു ഇത് വരും ഈ ചെവിയുടെ പുറമെ. അതിൻ്റെ ചെവിയുടെ ഉള്ളിൽ ഈ ഈച്ച കുത്തിയിട്ട് ചെറിയൊരു പോളം വരും. ആ പോളം പതുക്കെ വീർത്ത് ഏതാണ്ട് നമ്മുടെ ഗോലിക്കായരൊക്കെ ഒരു ഷേപ്പിലാവും. പിന്നെ അത് പഴുക്കും. അപ്പോഴാണ് ഈ പുഴുവും കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ നമ്മൾ കയറ്റി കെട്ടുന്ന സമയത്ത് നന്നായിട്ട് ചെവിയെങ്കിലും, അത് 2 ചെവി നന്നായിട്ട് ഉരച്ച് ഉള്ളിൽ നിന്ന് ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ട് കൊമ്പിൻ്റെ ഇടയ്ക്ക് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് കയറ്റി കെട്ടാം. ഈ ചെവി എങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതെന്നുള്ള ഒരു കാര്യം ഞങ്ങൾ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ഞങ്ങൾ പറഞ്ഞുതരാം. തൽക്കാലം നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ നല്ല വൃത്തിയുള്ളൊരു കോട്ടൺ തുണി എടുക്കുക. കോട്ടൺ തുണി എടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മളെ മറ്റേ എന്ത് വേസ്റ്റോ അങ്ങനെയല്ലേ പറയാം, കോട്ടൺ വേസ്റ്റ് വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടുന്ന കോട്ടൺ വേസ്റ്റ് അല്ലേ, അതെടുത്തിട്ട് കൈ നന്നായിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് പോത്തിൻ്റെ ചെവിയുടെ ഉള്ളിലേക്ക് ഇട്ട് ഇങ്ങനെ തിരിച്ചെടുക്കുമ്പോൾ കാണാൻ അതിൻ്റെ ഉള്ളിലത്തെ അഴുക്കുകൾ. ഇത് പോത്തിനുമായിട്ട് ഇതുവരെ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് അടഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ എടുത്ത് ക്ലീൻ ചെയ്യുക. അത് നമ്മളൊരു എപ്പിസോഡിൽ നമുക്ക് കാട്ടിത്തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാട്ടിത്തരാം കേട്ടോ.
പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ചെവിയിലും കൊമ്പിൻ്റെയും കാര്യം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൻ്റെ കുളമ്പ്. ആ കുളമ്പ് നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. കാരണം എന്തെങ്കിലും വല്ല കുപ്പിച്ചില്ല അങ്ങനെ എന്തെങ്കിലും കയറിയിരിക്കുന്നുണ്ടോ, അതിന് വല്ല മുറിവുണ്ടോ, അതും നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അത് കുളമ്പിൻ്റെ ഇടയിലേക്ക് ഈ മോട്ടർ വെച്ച് അടിക്കുക, പൈപ്പ് വെച്ച് അടിച്ചിട്ട് അത് നന്നായി ക്ലീൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ നമുക്കൊരു എപ്പിസോഡിൽ നമുക്ക് ചെയ്ത് നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. ഇപ്പോൾ നമ്മളിത് പോത്തിനെ ഇവിടെ അഴിച്ചു വിട്ടാക്കാണ്. ഓരോ നമ്മൾ അഴിച്ചു വിട്ട് തീറ്റ തന്നെയാണ്. ഇപ്പം അഴിച്ചു വിട്ട് തീറ്റുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കൂടുതലായി കുറേ സമയം വേണ്ട വയറ് നിറയ്ക്കാനായിട്ട്. ഇവരുടെ ഇഷ്ടത്തിനുള്ള പുല്ല് വലിച്ച് തിന്ന് നടക്കുക എന്നുള്ളൊരു ഇതാണല്ലോ. അഴിച്ചു വിട്ട് തീരുന്ന കാരണം ഇവരെ വീഡിയോ എടുക്കാനായിട്ട് അങ്ങോട്ട് നമുക്ക് കൃത്യമായിട്ട് കിട്ടണില്ലേ. ഇവരുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് ഓടിൻ്റെ നടക്കുകയാണ്. ഇന്ന് നമ്മൾ ചെവി ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞത്. നമുക്കത് കൂടുതലായിട്ട് അതിൻ്റെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ വിധങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കാണിക്കാവുന്നതാണ്. അപ്പോൾ ശരി.